കോഴിക്കോട് പശുക്കടവിലെ വൈദ്യുതക്കിണിൽ നിന്ന് ഷോക്കേറ്റ് സ്ത്രീ മരിച്ച കേസിൽ കസ്റ്റഡിയിലായിരുന്ന ലിനീഷിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കേഴമാനിനെ പിടിക്കാൻ ലിനീഷ് സ്ഥാപിച്ച കിണിൽ നിന്നാണ് ബോബി ഷോക്കേറ്റ് മരിച്ചത്. ലിനീഷ് തെളിവ് നശിപ്പിച്ചതിനായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വന്യമൃഗങ്ങളെ വേട്ടയാടിയ കേസിൽ നേരത്തെയും പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളാണ് ലിനീഷ്. വെള്ളിയാഴ്ച രാത്രിയാണ് കോഴിക്കോട്ടെ പശുക്കടവ് കോങ്ങോട് മലയിൽ പശുവിനെ മേയ്ക്കാൻ പോയ ബോബി എന്ന സ്ത്രീയെ വനത്തിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മേയ്ക്കാൻ വിട്ട പശുവിനെ തേടി ഉച്ചകഴിഞ്ഞ് കോങ്ങോട് മലയിലേക്ക് പോയ ബോബി രാത്രി 7 മണി കഴിഞ്ഞിട്ടും വീട്ടിൽ തിരികെ എത്തിയില്ല. അമ്മ വീട്ടിലെത്തിയിട്ടില്ലെന്ന് മക്കളാണ് നാട്ടുകാരെ അറിയിച്ചത്. നാട്ടുകാരും വനം വകുപ്പും പോലീസും ഫയർഫോഴ്സും കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേനാ പ്രവർത്തകരും സംയുക്തമായി തെരച്ചിൽ നടത്തി. രാത്രി 12 മണിയോടെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോബിയുടെയും വളർത്തുപശുവിന്റെയും മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിൽ പരിക്കൊന്നുമുണ്ടായിരുന്നില്ല. ബോബിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് മരുതോങ്കര പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും രംഗത്തെത്തി. മരണത്തിൽ പ്രദേശവാസിയുടെ പങ്ക് സംശയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. കൊക്കോ മരത്തിൽ ഫെൻസിംഗ് ഘടിപ്പിച്ചിരിക്കുന്ന ലക്ഷണങ്ങളും പന്നിക്കണി ഒരുക്കിയതിന്റെ തെളിവുകളും സ്ഥലത്തുനിന്ന് അന്വേഷണ സംഘം ശേഖരിച്ചു. സ്ഥലമുടമ ആലക്കൽ ജോസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ഇതിനിടെ ബോബിയുടെ മരണം ഷോക്കേറ്റാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. തുടർന്ന് പശുക്കടവ് സ്വദേശി ചീരമറ്റം ലിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലിനീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കേഴമാനിനെ പിടികൂടുന്നതിനായി ലിനീഷ് സ്ഥാപിച്ച വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റാണ് ബോബി മരിച്ചതെന്നും ചത്ത പശുവിന് ഷോക്കേറ്റത് ഇതേ കെണിയിൽ നിന്നാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി ഇയാളെ പശുക്കടവിലെ വീട്ടിലെത്തിച്ച് നടത്തിയ പരിശോധനയിൽ വൈദ്യുതി കെണിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ കണ്ടെത്തി. ന്യൂസ് മലയാളം, കോഴിക്കോട്.